ഹലോ. നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുമ്പോൾ, നമ്മുടെ ജീവിതം ഒരു വിജയകരമായ ഒരു അവസ്ഥയിലെത്തുമ്പോൾ നമ്മെ കൈയടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നീ സൂപ്പറാണ് പൊളിയാണെന്നൊക്കെ പറയാൻ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടംപോലെ വരികയാണ്. പക്ഷേ ഈ സക്സസ്സിന് മുമ്പായി നമ്മൾ അനുഭവിച്ച സ്ട്രഗിൾസിൽ, നമ്മൾ അനുഭവിച്ച വേദനയിൽ നമ്മെ സപ്പോർട്ട് ഇവരിൽ എത്ര പേരാണ്? കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ ഓസ്ട്രേലിയ വുമൻസ് വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനൽ ജമീമ എന്ന ഇന്ത്യൻ പ്ലെയർ ഇന്ത്യ വിജയത്തിലേക്ക് നയിച്ചതിനു ശേഷം തൻ്റെ പോസ്റ്റ് മാച്ച് റിവ്യൂവിൽ ഇപ്രകാരം പറഞ്ഞു: ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഒരു വാക്യവും കൂട്ടിച്ചേർത്തു: നിങ്ങൾ മിണ്ടാതിരിപ്പിൻ, യഹോവ നിങ്ങൾക്ക് വേണ്ടി, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോൾ പലരും ചിന്തിച്ചു, എന്തിനാണ് അവൾ ഇങ്ങനെ വെറുതെ ഒരു വാക്യമൊക്കെ ഇതിലൊക്കെ കൂട്ടിച്ചേർക്കുന്നത്, ഒരു റിലീജിയസ് തിങ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്? പക്ഷേ പുള്ളിക്കാരിക്ക് പറയുവാനായിട്ട് ഇതേ ഉള്ളൂ. കാരണം ഈ സക്സസിൻ്റെ സമയത്ത് ഇത്രയും പേരുണ്ട്. പക്ഷേ എൻ്റെ സ്ട്രഗിൾസിൽ പുള്ളിക്കാരുടെ കരിയർ നോക്കാമെങ്കിൽ തൊട്ട് മുമ്പുള്ള കളികളിൽ, ചില കളികളിൽ നല്ല പെർഫോമൻസ് ഇല്ലാത്തത് കൊണ്ട് ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിമിഷങ്ങളുണ്ട്. ഈ സമയത്തൊക്കെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ദൈവം മാത്രമാണ്. സോ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ ഈ സക്സസ്സിന് മുമ്പുള്ളതായ സ്ട്രഗിൾസ് ഒരുപക്ഷെ പലരും കണ്ടെന്ന് വരികയില്ല. പക്ഷേ ആ സമയത്ത് നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ നാം ഓർക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇന്ന് പലരും മറന്നു പോകുന്നതാണ്. ഈ സ്ട്രഗിൾസിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാവുമ്പോൾ ഈ നമ്മുടെ പ്രശ്നങ്ങളിൽ, നമ്മുടെ കഷ്ടതകളിൽ കൂടെ ഉണ്ടായിരുന്ന ദൈവത്തെ നാം മറന്നു പോകരുത്.